സുഹൃത്തുക്കളെ, ഇതാണ് ശ്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് വരുന്ന വിളക്കുകെട്ട്. ഈ വിളക്കുകെട്ട് ഓരോരോ ആവശ്യം അമ്മയുടെ മുന്നിൽ നടത്തുവാൻ ആവശ്യപ്പെട്ടിട്ട് അത് അമ്മ നടത്തി കൊടുത്തതുകൊണ്ട് അവർ ഈ വിളക്കുകെട്ട് എന്ന ഈ നേർച്ച നടത്തുന്നതാണ്. ഈ നേർച്ചയ്ക്ക് ഏകദേശം 2 ലക്ഷം രൂപയോളം ചിലവ് വരുന്ന ഒരു നേർച്ചയാണിത്. ഇത് ഉത്സവം തുടങ്ങി എല്ലാ ദിവസവും വൈകുന്നേരം നേർച്ചക്കാരുടെ വസതിയിൽ നിന്ന് അമ്പലത്തിലേക്ക് എത്തി അവിടെ പൂജാതി കർമ്മങ്ങളോടുകൂടിയാണ് ഇത് അവസാനിപ്പിക്കുന്നത്. ഇത് കാണുവാനും ഈ വിളക്കുകെട്ടിൻ്റെ എഴുന്നള്ളത്ത് കാണുവാനും ധാരാളം പേർ വഴിയോരങ്ങൾ തടിച്ചുകൂടാറുണ്ട്. ഓരോ ദിവസവും 10 മുതൽ 30 വരെ വിളക്കുകെട്ടുകളാണ് ആറ്റുകാൽ അമ്പലത്തിൽ എത്തിച്ചേരുന്നത്. ഈ വിളക്കുകെട്ടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ വാഴപ്പോളയും കുരുത്തോലയും കൊണ്ടായിരുന്നു ഈ വിളക്കുകെട്ടുകൾ ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഇന്ന് റെഡിമെയ്ഡ് വിളക്കുകെട്ടുകൾ അവൈലബിളാണ്. ഇപ്പോഴത്തെ വിളക്കുകെട്ടുകളിൽ റെയറായി മാത്രമേ കുരുത്തോലയോ വാഴപ്പിണ്ടിയും കൊണ്ട് ഉണ്ടാക്കി വരുന്നു. ഇത് ആറ്റുകാൽ അമ്പല നടയിലുള്ള ലൈറ്റ് ദൃശ്യമാണ്. ഈ വരുന്ന വിളക്കുകെട്ട് കുരുത്തോലയും വാഴപ്പിണ്ടിയും കൊണ്ട് നിർമ്മിച്ചതാണ്. ഇത് തത്സമയം നിർമ്മിച്ച് വിളക്കുകെട്ടായിട്ട് രൂപപ്പെടുത്തി വരുന്ന ഒരു വിളക്കുകെട്ടാണ്. ഈ കാണുന്ന വിളക്കുകെട്ടും അതുപോലെ പുഷ്പവും കുരുത്തോലയും ഒക്കെ അലങ്കൃതമായിട്ടാണ് ഈ വിളക്കുകെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ 2 വിളക്കുകെട്ടുകളും കുരുത്തോലകളാൽ നിർമ്മിച്ചവയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അവരുടെ മേളക്കാരാണ്. ഈ ഓരോ എഴുന്നള്ളത്തിൻ്റെ കൂടെയും ഓരോ സെറ്റ് മേളക്കാരുണ്ടായിരിക്കുന്നു. ഈ മേളത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് ഇവർ ആറ്റുകാലിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ചിട്ടുള്ള വിളക്കുകെട്ടുകളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.